ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നേരെ രാവിലെ മണ്ടക്കാട്ട് അമ്പലം വരെ ഒന്ന് പോവുകയാണ്. അമ്മയും കൂട്ടിയാണ് നേരെ പോകുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഒരു 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഒരു അരമണിക്കൂർ ലേറ്റായിപ്പോയി. ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ഇറങ്ങാൻ പറ്റിയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക് ഒന്നും വലുതായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹൈവേ വഴിയാണ് ഞങ്ങൾ പോയത്. ടൗണിലോട്ട് കയറാൻ നിന്നില്ല. ഹൈവേ വഴി ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു പണി കിട്ടിയായിരുന്നു. വണ്ടിയുടെ പുതിയ വണ്ടി ആയിരുന്നല്ലോ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ഫാസ്ടാഗ് TP ആയിരുന്നു, ടെമ്പററി ആയിരുന്നു. അപ്പോൾ അത് ക്യാൻസലായിപ്പോയി. പിന്നെ നമ്മൾ തിരുവല്ലം വഴി കറങ്ങി നമ്മൾ ഹൈവേ കടക്കേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മൾ 350 രൂപ നമ്മളവിടെ ടോളിൽ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് തിരുവല്ലത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ആ ടോളിൻ്റെ അപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ആ വഴി നേരെ ഞങ്ങൾ ദാണ്ട വിട്ട് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ റഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കളിക്കാവിള പാസ് ചെയ്ത് അവിടെ നേരെ നമ്മൾ TN കടന്നിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ കഴിഞ്ഞു. അവിടുന്ന് വലിയ ദൂരമില്ല കേട്ടോ. നമുക്ക് ആ ബൈപ്പാസ് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1 ഹവറിനകത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ അമ്പലത്തിന് അടുത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 9:30 കൂടി നമ്മൾ മണ്ടക്കാട്ട് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ അമ്മയ്ക്ക് ഈ പൊങ്കാല പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി എന്തൊരു നേർച്ച ഉണ്ടായിരുന്നു. പുട്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഒരു നേർച്ചയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ വന്നത്. ആക്ച്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് വല്ലതും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാണ്ട രാവിലെ അവൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് വിറകും നമ്മൾ ജസ്റ്റ് ഒരു കലവും അതുപോലെ തന്നെ വെള്ളം എടുക്കാനുള്ള ഒരു പാത്രവുമാണ് നമ്മൾ കൊണ്ടുപോയത് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടി. ഇൻക്ലൂഡിങ് നമുക്ക് അവിടെ കത്തിക്കുന്ന കൊതുമ്പ് വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അവിടെ നോക്കിയപ്പോഴത്തേക്കും ദാണ്ട അന്നദാനം ഉണ്ട് അന്ന്. അതെന്തായാലും വലിയ കാര്യമായിപ്പോയി. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളൊരു 6 വർഷം മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് അന്നദാനം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് വന്ന ടൈമിൽ അവരവിടെ ഇന്ന് അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ പൗർണമിയോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തായാലും വന്നതല്ലേ, നമ്മളായിട്ടൊന്നും ചെയ്ത് കൊടുത്തില്ല എന്ന് വേണ്ട. അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ഇരുന്നതിനകത്ത് തേങ്ങ തിരുന്ന വഴിക്ക് തന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെടി പൊട്ടിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സൗണ്ടിലും അവിടുന്ന് പൊട്ടിക്കുന്നുണ്ട് കാര്യമായിട്ട്. അമ്പലത്തിൻ്റെ വെടിയാണ്, പക്ഷെ അത് അവിടുന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്കും അവർ ഇവിടെ തന്നെയാണ് അത് പൊട്ടിക്കുന്നത്. ഇതാണ് ഗൈസ് അമ്മയ്ക്ക് നേർച്ച ഉണ്ടായിരുന്നത്. ആ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാരക കാറ്റാണ്. തൊട്ടടുത്ത് തന്നെ കടൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. എന്നാലും നമുക്ക് അവിടെ തീയൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്മ അവിടെ അടുപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും സൂര്യയും കുട്ടികളുമായിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് തൊഴുവാൻ വേണ്ടി വന്നു. സൂര്യ ആൾറെഡി തൊഴുതാണ്, എന്നാലും ഭയങ്കര പോസിറ്റീവ് വൈബ് ഒന്നും കൂടെ തൊഴുകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നേരെ രണ്ടാമതും കൂടെ അമ്പലത്തിൽ പോയത്. അങ്ങനെ അമ്പലത്തിലേക്ക് പോയി കാര്യങ്ങളൊക്കെ കണ്ടു, തൊഴുതു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഫോട്ടോസും എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം നമുക്കിവിടെ ഇതാവാറായിട്ടുണ്ടായിരുന്നു. പൊങ്കാലയുടെ ഇതാവാറായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടിക്കകത്ത് നിറയെ നമ്മുടെ വലിയ വലിയ ഇലകൾ കൊണ്ടിട്ടേക്കുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. സാധാരണ നമ്മളിവിടെ അന്നദാനം എന്ന് പറയുന്നത് നോർമലി ഒരു പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരയുടെ ഇലയിലാണ് കൊടുത്തേക്കുന്നത്. വലിയ താമരയുടെ ഇലയാണ്. ഈ നിൽക്കുന്ന ക്യൂ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ക്യൂ ആണ്. ഞങ്ങളവിടെ 12:45 അന്നദാനം തുടങ്ങിയത്. ആ ഒരു അന്നദാനത്തിൻ്റെ ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ അപ്പുറത്തെ സൈഡായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. ഞങ്ങൾ അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഉള്ള ക്യൂ ആണ് ഈ സാധനം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വെള്ളം എടുക്കാൻ പോയി. വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ച കണക്ക് ചോറും സാമ്പാറും അല്ലായിരുന്നു. ചോറും സാമ്പാറും അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇവിടെ സാമ്പാർ സാദം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരു പാത്രവും എടുത്ത് വെച്ചേക്കുക. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അവർക്കൊക്കെ അത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ സാമ്പാർ സാദമൊക്കെ കഴിച്ചു. എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. റിട്ടേൺ പോകുമ്പോഴും ഉള്ള ക്യൂ ആണ്, അന്നദാനത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ്. നമ്മൾ ഇവിടുത്തെ കണക്ക് ചോറ് ഇത്തിരി ഒന്നുമല്ല അവർ ഇടുന്നത്. ചോറിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ചോറുണ്ട്. ഒരു ഊണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ഈസി ആയിട്ടൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും അന്നദാനം.
അത്രയ്ക്ക് നല്ല ഇതാണ്. പക്ഷേ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമുക്ക് കഴിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ നമുക്ക് എന്താ പറയുക, ഓരോരുത്തരെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു വെറൈറ്റി ഫുഡാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ കഴിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കളിയിക്കവള അടുത്തെത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ദാഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഷേക്ക് ഐറ്റം, മാംഗോ ഷേക്ക്, കരിക്കിൻ ഷേക്ക്, പിന്നെ അവിൽ മിൽക്ക്, പിന്നെ ഞാനൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് എല്ലാവരും പറഞ്ഞു നമുക്ക് ലുലുവിലൊന്ന് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിലേക്കാണ്. അങ്ങനെ ട്രിവാൻഡ്രം ലുലുവിൽ കയറി നമുക്ക് അത്യാവശ്യം അവിടെ നിന്ന് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഫുഡ് കിട്ടുമല്ലോ. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. നമ്മളവിടെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തായിരുന്നു. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത ടൈമിൽ നമുക്ക് 20 രൂപയാണ് അവർ പാർക്കിങ്ങിന് വേണ്ടി വാങ്ങിച്ചത്. അതുകൊണ്ട് ഒരുത്തൻ അവിടെ കസേര ഇടുന്ന നല്ല കറക്കമായിരുന്നു. ഭാഗ്യത്തിന് ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം ഞങ്ങൾ വാങ്ങി. വലിയ തിരക്കില്ലായിരുന്നു. ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ മുകളിൽ പോയി തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ഇറങ്ങിയിട്ട് നമ്മളൊരു രാത്രി 8 മണിയോട് കൂടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. Thank you for watching this video. Bye. Okay, thank you for watching.